ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പാസ്തയാണ്, മക്രോണി. ഇത് നൂഡിൽസ് പോലെയാണ് ഉണ്ടാകുക. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് മക്രോണി എടുത്തിട്ടുണ്ട്, പാസ്ത. ഇത് പുറത്തുള്ള എല്ലാ ഷോപ്പുകളും കിട്ടും. അധികം പൈസ ഒന്നും ഇല്ല, 2 ദിർഹംസേ ഉള്ളൂ. നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. ഇതേപോലത്തെ പാക്കറ്റാണ് ഉണ്ടാകുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇതേപോലെയാണ് ഈ പാസ്ത ഉണ്ടാകുക. ഓരോന്നായി ഇട്ട് കൊടുക്കാം, പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വേവുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചു വയ്ക്കാം. ഞാൻ ഇവിടെ അരിപ്പയിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മറ്റൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് കട്ടായി പോയതാണ്, ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ്. അതൊന്ന് പച്ചക്കറിയെല്ലാം വഴഞ്ഞ് വന്നതിന് ശേഷം മാത്രം മൈദ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നതിന് വഴറ്റിയെടുക്കുക. മൈദയുടെ പച്ചമണം പോകുന്നതിന് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കുക. മൈദ ചേർത്തുകൊണ്ടാണ് ഇതേ കളറ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് ചെറുതായി ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് കുറുകി വരണം. ഈ പാലെല്ലാം നന്നായി കുറുകി വരണം. പാൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ടയുണ്ടാകും, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു പാസ്തയാണിത്. പാസ്ത വേവുന്ന സമയം മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പാസ്ത വേവും. ഓരോ കമ്പനിയുടെ പാസ്ത ഓരോ വേവാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അടിഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് എടുക്കുന്നത്. മൊസറല്ല ചീസിൻ്റെ ടേസ്റ്റും ഇഷ്ടമില്ലെങ്കിൽ അതും ഒഴിവാക്കാം. ചീസ് ചേർത്ത് നല്ല ടേസ്റ്റിയാണിത്. ചീസ് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ചീസെല്ലാം മെൽട്ടായതിന് ഉടനെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ തണുത്താൽ ചീസെല്ലാം ഒന്ന് തണുത്ത് പോകും, അതൊന്ന് വെളിഞ്ഞ് കിട്ടൂല. മൊസറല്ല ചീസ് ചേർത്താൽ പ്രത്യേകിച്ച് ചൂടോടെ തന്നെ കഴിക്കണം. അങ്ങനെ ടേസ്റ്റിയും ഈസിയുമായ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാകുക. ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.